തൃശൂരിൽ സുരേഷ് ഗോപി എൻഡിഎ സ്ഥാനാർത്ഥിയാകും. ബിജെപി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സമിതിയാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. കെ.പി. അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, വിവരങ്ങൾ. തൃശൂരിൽ സുരേഷ് ഗോപി ബിജെപിയുടെ സ്ഥാനാർത്ഥി എൻഡിഎയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കും. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായിരുന്നു. പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയായിരുന്നു തൃശൂരിലെ വോട്ടർമാർ. ഇപ്പോൾ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയാണ് എന്ന ഔദ്യോഗികമായ പ്രഖ്യാപനം ബിജെപി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. സുരേഷ് ഗോപി തൃശൂരിൽ തന്നെയുണ്ട്. അദ്ദേഹത്തോട് അവിടെ തുടരാൻ പാർട്ടി നേതൃത്വം നിർദ്ദേശിച്ചിരുന്നു. നേരത്തെ എൻഡിഎ സ്ഥാനാർത്ഥിയായിരുന്ന തുഷാർ വെള്ളാപ്പള്ളി വയനാട്ടിലേക്ക് മാറിയതിനെ തുടർന്നാണ് സുരേഷ് ഗോപിയെ ഇപ്പോൾ തൃശൂരിൽ നിശ്ചയിച്ചിരിക്കുന്നത്. അഭിലാഷ്, വിവരങ്ങൾ. രഞ്ജിത്ത്, നിലവിലെ സാഹചര്യത്തിൽ വയനാട്ടിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്ന പശ്ചാത്തലത്തിലാണ് സുരേഷ് ഗോപി തൃശൂരിൽ സ്ഥാനാർത്ഥിയാകുന്നത്. ആദ്യമേ തന്നെ സുരേഷ് ഗോപിയെ കൊല്ലത്തായിരുന്നു പരിഗണിച്ചിരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന നിലപാടാണ് നിലവിൽ രാജ്യസഭാംഗമായ സുരേഷ് ഗോപി അറിയിച്ചിരുന്നത്. സിനിമാ തിരക്കുകൾ ഉള്ളതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യമായിരുന്നു. പക്ഷെ പ്രത്യേക സാഹചര്യം ഇപ്പോൾ ഉടലെടുക്കുകയും തൃശൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ കരുത്തരായ സാരഥികളെ തന്നെ മത്സരത്തിനിറക്കണമെന്ന് ദേശീയ നേതൃത്വം നിലപാടറിയിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് സുരേഷ് ഗോപി തൃശൂരിൽ സ്ഥാനാർത്ഥിയായി വരുന്നത്. ഔദ്യോഗികമായ പ്രഖ്യാപനമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത കൈവരികയും സുരേഷ് ഗോപി തന്നെ സ്ഥാനാർത്ഥി എന്ന കാര്യം അദ്ദേഹം തന്നെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. രഞ്ജിത്ത്, ശരി. കെ.പി. അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. സുരേഷ് ഗോപിയെ എൻഡിഎയുടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അഭിലാഷ്, സുരേഷ് ഗോപിയെ പോലെ ഒരു താരം അദ്ദേഹം സ്ഥാനാർത്ഥിയായി വരുന്നത് വലിയ ഗുണം ചെയ്യും ആ മണ്ഡലത്തിലുള്ള വിശ്വാസമാണുള്ളത് പാർട്ടിക്ക്. ഒപ്പം ടി.ജി. സജിത്തും ചേരുന്നു. സജിത്ത്, സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ പത്തനംതിട്ടയ്ക്കും തിരുവനന്തപുരത്തിനുമൊപ്പം ബിജെപിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി തൃശ്ശൂരും മാറുകയാണ്. വിജയത്തിൽ കുറഞ്ഞ ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെയല്ലേ അവർ സുരേഷ് ഗോപിയെ അവിടെ ഇറക്കുന്നത്? തീർച്ചയായും ബിജെപി മികച്ച സ്ഥാനാർത്ഥിയെ തന്നെയാണ് തൃശ്ശൂരിൽ രംഗത്തിറക്കുന്നത്. സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയാകുമെന്ന് രാവിലെ തന്നെ ഉറപ്പായിരുന്നു. സുരേഷ് ഗോപിയുമായി ദേശീയ നേതൃത്വം ആശയവിനിമയം നടത്തിയിരുന്നു. അമിത്ഷാ സുരേഷ് ഗോപിയുമായി നേരത്തെ ഇത് സംബന്ധിച്ച ചർച്ചകളും നടത്തിയതായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയുടെ തീരുമാനമുണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ സംസ്ഥാനത്തെ ബിജെപിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ സുരേഷ് ഗോപി ഏതെങ്കിലും മണ്ഡലത്തിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതുണ്ടായില്ല. സുരേഷ് ഗോപി മത്സരരംഗത്തുണ്ടായില്ല. ഒടുവിൽ പ്രത്യേക സാഹചര്യത്തിൽ തൃശൂർ ബിജെപി സീറ്റ് ഏറ്റെടുക്കുകയും അവിടെ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയുമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. സുരേഷ് ഗോപി തീർച്ചയായും മികച്ച സ്ഥാനാർത്ഥിയാണ്. ബിജെപി എ ഗ്രേഡ് ഗണത്തിൽപ്പെടുത്തിയിരിക്കുന്ന മണ്ഡലം കൂടിയാണ് തൃശൂർ. ഇത്തവണ മികച്ച വിജയസാധ്യതയുമായി തന്നെയാണ് ബിജെപിയുടെ മത്സരരംഗത്തിറങ്ങുന്നത്. മറ്റൊരു പ്രതിസന്ധി ബിജെപിയെ സംബന്ധിച്ചുള്ളത്, കാരണം മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളും പ്രചരണത്തിൽ ബഹുദൂരം മുന്നിലാണ്. ഇനി വേണം അവിടെ സുരേഷ് ഗോപിക്ക് പ്രാഥമിക പ്രവർത്തനങ്ങൾ തൊട്ട് ആരംഭിക്കാൻ. പക്ഷേ സംഘടന പ്രാഥമിക തലത്തിൽ തന്നെ നേരത്തെ തന്നെ ബിജെപിയുടെ സംഘടനാ സംവിധാനം അവിടെ പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു. സ്ഥാനാർത്ഥി കൂടി എത്തുന്നതോടുകൂടി വലിയ രീതിയിൽ പ്രചരണം ആരംഭിക്കാനായിരിക്കും ഇനി ബിജെപിയുടെ. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ബിജെപി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. കെ.പി. അഭിലാഷും ടി.ജി. സജിത്തുമാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. ബിജെപി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയുടെ പ്രഖ്യാപനം അല്പനിമിഷം മുമ്പ് ഉണ്ടായി. എൻഡിഎ സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി ഒരു താരത്തെ കേരളത്തിൽ ഇറക്കുന്നതോടെ ശക്തമായ മത്സരം തൃശ്ശൂരിൽ കാഴ്ചവെക്കാമെന്ന് എൻഡിഎ കരുതുന്നു. അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഇപ്പോൾ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന ഏറ്റവും പുതിയ വിവരങ്ങളാണ് പങ്കുവെക്കാറുള്ളത്.